എൻ്റെ പേര് യോഗേഷ് നായർ, കേരള സ്റ്റേറ്റ് ചെസ് ബോക്സിംഗ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി. പിന്നെ 2023 നടന്ന ഏഷ്യൻ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലെ സിൽവർ മെഡലിസ്റ്റും കൂടെ. അപ്പോൾ ഇന്ന് വന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ കേരള സ്റ്റേറ്റ് ചെസ് ബോക്സിംഗ് അസോസിയേഷൻ രേഖപ്പെടുത്തിക്കൊണ്ട് ചടങ്ങ് തുടങ്ങുന്നു. ബേസിക്കലി ചെസ് ബോക്സിംഗ് ഒരു ഹൈബ്രിഡ് സ്പോർട്ടാണ്, which includes the agility of mind and the fitness of your body. അപ്പം ഈ ഒരു ഹൈബ്രിഡ് സ്പോർട്ട് 1992 ഇബിൻ ബിലാൽ എന്ന് പറഞ്ഞൊരു ഡച്ച് ആൾക്ക് ഒരു ഗ്രാഫിക് നോവലിൽ കൂടെ ഇത് രൂപീകരിച്ചത്. അതായത് 2003 ഐ.പി. റൂബിൻ എന്ന് പറഞ്ഞ ഒരു cartoonist, and he created this hybrid sport of having first round of chess followed by a boxing round. What is chess boxing? 1 minute, 3 minutes of chess and followed by 3 minutes of boxing, continues for 11 rounds. From ഈ ഒരു ഹൈബ്രിഡ് സ്പോർട്ടിൻ്റെ 12th നാഷണൽ ചാമ്പ്യൻഷിപ്പ് കോവളത്തിൽ വെച്ച് നടക്കാൻ പോകാൻ നെക്സ്റ്റ് വീക്ക്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് I will let General Secretary Raju to brief the media on it. Thank you. Thank you, Yogesh. So, ഇവിടെ വൈ കേരള എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഞങ്ങളത് കാണുന്നത് ഞങ്ങളുടെ ഒരു ഈ കഴിഞ്ഞ 2021 ഞങ്ങൾ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ടീം ചെസ് ബോക്സിന് പോകുന്നത്. അന്ന് 5 പേരുള്ള ടീമായിരുന്നു ആദ്യമായിട്ട് പോയത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള മത്സരങ്ങളിൽ കേരളത്തിന്റെ പ്രസൻസും പാർട്ടിസിപ്പേഷനും അച്ചീവ്മെന്റ്സും അതിനുള്ള റെക്കഗ്നേഷൻ ആയിട്ടാണ് ഈ വർഷത്തെ നാഷണൽ ഇവിടെ നടത്താനുള്ള കിട്ടിയത്. കാരണം നമ്മള് കേരളത്തിനെക്കാളും വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്റ്റേറ്റുകൾ വേറെയുണ്ട്. ലൈക്ക് ബംഗാൾ, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഇവിടെയൊക്കെ വളരെ സ്ട്രോങ് പ്രസൻസും സ്ട്രോങ് ടീംസും ഉള്ളതാണ്. പക്ഷെ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു വലിയ റെക്കഗ്നേഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്കിപ്പോൾ ഇനി ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മീഡിയയുടെ സപ്പോർട്ടാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ബിക്കോസ് ഇപ്പോഴും നമുക്ക് ചെസ് ബോക്സിംഗ് എന്ന് പറയുന്ന പുതിയൊരു സാധനം തന്നെയാണ്. കാരണം ഞാൻ ഈ തുടക്കത്തില് മീഡിയയിലുള്ള ആൾക്കാരെ വിളിച്ച് പറയുമ്പോൾ ജസ്റ്റ് ബോക്സിംഗ് ആണ് സാർ, നെഞ്ചിരിക്കുന്ന ഗെയിമാണോ എന്നാണ് ചോദിക്കാറുള്ളത്. അങ്ങനെ ചെസ് ബോക്സിംഗ് ഇതിന്റെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മള് ചെസ് 3 മിനിറ്റ് കളിച്ചിട്ട് ആ ഗെയിം അവിടെ പോസ് ചെയ്തിട്ട് ഈ ബോർഡ് അവിടെ നിന്ന് റിങ്ങിന്ന് മാറ്റിയിട്ട് ദീസ് പീപ്പിൾ വിൽ ഗോ ഫോർ എ ബോക്സിംഗ്. ഇതിന് 3 മിനിറ്റ് ദേ വിൽ ഡു ബോക്സിംഗ്. അത് പ്യുവർ ചെസ്, പ്യുവർ ബോക്സിംഗ്. അപ്പൊ ഈ കിക്ക് ബോക്സിംഗിലൊക്കെ ബോക്സിംഗിന്റെ വേറെ ഫ്ലേവേഴ്സ് കേട്ടോ. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിന് ക്ലിയർ ആയിട്ട് ബോക്സിംഗും ക്ലിയർ ആയിട്ട് ചെസ്സാണ്. അപ്പൊ ഈ ബോക്സിങ്ങിനോട് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവർ എവിടെ കളി നിർത്തിയോ അവിടെ നിന്ന് റിവ്യൂ ചെയ്യാണ്. അതാണ് ഇതിന് ഏറ്റവും വലിയ ചലഞ്ച് ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഈ 3 മിനിറ്റ് ഇടി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്താ കളിച്ചിരുന്നത് ഓർക്കാതെ തന്നെ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ആ മൈൻഡ് സ്വിച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ചലഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ നല്ല ചെസ് പ്ലെയർ ആവാം, നിങ്ങൾക്ക് നല്ലൊരു ബോക്സർ ആവാം, പക്ഷെ നിങ്ങൾക്ക് ആ 2 ഗെയിമുകൾ ഡിഫറെന്റ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഗെയിം തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 ഗെയിമുകൾ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വിത്തിൻ 1 മിനിറ്റ് ആണ് ഈ 2 റൗണ്ടുകൾക്കിടയിൽ ബ്രേക്ക് എന്ന് പറയുന്നത്. ആ വിത്തിൻ 1 മിനിറ്റ് ടൈമിൽ ഈ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെസ് കളിക്കുന്ന കുട്ടികൾ ബേസിക്കലി ആ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അവർ ഇരുന്നിട്ട് ജസ്റ്റ് ഫുൾ ടൈം കളിക്കുകയാണ്. അതുപോലെ തന്നെ ചെസ് ബോക്സിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ബേസിക്കലി എന്താ പറയുക, മെന്റൽ ആ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. ബേസിക്കലി ഓൺ ഫിസിക്കൽ ബേസ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്ന ഒരു ഗെയിം ഇവന്റ് ആണ്, വിച്ച് ഈസ് വെരി ഗുഡ് ആക്ച്വലി. അതുപോലെ തന്നെ വ്യൂവർഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂവിലും ഇറ്റ് വിൽ ബി മോർ എക്സൈറ്റിംഗ്. കാരണം അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഭയങ്കര. അപ്പം എനിക്ക് തോന്നുന്നത് ഗോയിങ് ഫോർവേഡ് ഇത് ഭയങ്കര ഒരു ക്രൈസ് അല്ലെങ്കിൽ ഒരു ഇതാവാൻ സാധ്യതയുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കേരളത്തിൽ നടത്തുന്നത്. സോ ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒത്തിരി എന്താ പറയുന്നത് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. കാരണം ഇതൊരു പുള്ളി മാസ്റ്റേഴ്സ് കാറ്റഗറിയാണ് മത്സരിക്കുന്നത്. പുള്ളി ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്ത ഒരാളാണ്. പുള്ളിയുടെ സിൽവർ മെഡൽ വിക്ടറി തന്നെ അവിടെ ടെക്നോ പാർക്കിലൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു. ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ്. കാരണം കുറച്ച് സീനിയർ ലെവലുള്ള ഒരാൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ട് മെഡൽ വാങ്ങാന്നുള്ളത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിം. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിന് നമുക്ക് ഒത്തിരി ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഈ നാഷണൽസിന് നമ്മുടെ നാഷണൽ ലെവലിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരെല്ലാം ആ പോർഷൻ ഉണ്ട് കേട്ടോ. അതായത് സ്റ്റാർസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് സാഹ, മാധവി ഗോഡ്വാറെ, സ്നേഹമാറ്റം ഇവരൊക്കെ വരുന്നുണ്ട്. സോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫൈറ്റ്സ് ആയിരിക്കും നടക്കുന്നത്. നമ്മുടെ കേരളത്തിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, ചലഞ്ചബിൾ ഇതായിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ് ഇവന്റ്. അപ്പോൾ നല്ല രീതിയിൽ അല്ല ഓൾട്ടർനേറ്റ് റൗണ്ട് ചെസ്സും ബോക്സിംഗ് ആണ്. അപ്പോ എവിടെയെങ്കിലും നിങ്ങൾ ചെക്ക് മേറ്റ് ആവുകയോ അല്ലെങ്കിൽ നോക്കൗട്ട് ആവുകയോ ചെയ്യുന്ന
നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് ചെസ്സിൽ തന്നെ തോൽപ്പിച്ചാൽ 3 മിനിറ്റ് റൗണ്ട് ഫസ്റ്റ് റൗണ്ട് റാപ്പിഡ് ചെസ്. അപ്പോൾ ആ 3 മിനിറ്റിലാണ് എതിരാളി തോൽപ്പിച്ചു കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് എ ചെക്ക് മേഡ് ആൻഡ് യു വിൻ ദ ഗെയിം. തോൽപ്പിച്ചില്ലെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് ഇസ് ദ ബൗട്ട്. അവിടെ ടെക്നിക്കൽ നോക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ യു വിൽ ലൂസ് ഇറ്റ്. അതർവൈസ് പിന്നെയും തിരിച്ച് നമ്മൾ നേരത്തെ കളിച്ച കളി ഓർത്ത് ഈ ദേഷ്യമൊക്കെ വിട്ട് മാറ്റി പിന്നെയും ചെസ്സിൽ ഫോക്കസ് ചെയ്ത് ഇടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കളഞ്ഞിട്ട് ചെസ്സിൽ ഫോക്കസ് ചെയ്ത് പിന്നെ ആ മൂവ്മെന്റ് നടത്തണം. പിന്നെ അവന് ആ കക്ഷിയെ എതിർ കക്ഷിയെ നമ്മൾ തോൽപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അവിടെ ദേഷ്യം പാടില്ല. അപ്പോൾ അതായത് മൈൻഡ് സ്വിച്ച് ഓട്ടോ സ്വിച്ച് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത്. പിന്നെ നിന്നാൽ അഗെയിൻ യു ഗോ ബാക്ക് ടു ദ ബോക്സിംഗ് റിംഗ്. അപ്പോൾ ഇത് റിയൽ ഫൈറ്റ്സ് ബോക്സിംഗിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യും. സെയിം ആസ് ചെസ്സിന്റെ ഓൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ. അതാ ഇറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം ഓൾ ടുഗദർ. ഇത് രണ്ടെണ്ണം ഹൈബ്രിഡ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു വ്യത്യാസം നമ്മൾ വരുത്തുന്നില്ല. ചെസ്സിൽ എന്താണോ അങ്ങനെ തന്നെയാണ് ചെസ് കളിക്കുന്നത്. ബോക്സിംഗിൽ എന്താണോ സെയിം തിങ് ഹാപ്പനിങ്. അതായത് ശരിക്കും സാധാരണ ബോക്സിംഗ് മാച്ച് എങ്ങനെയാണോ നടക്കുന്നത് അതേ കാര്യമാണ്. അതെ. ഈ 11 റൗണ്ട്സ് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ 11 റൗണ്ട്സ് ആണ് നടക്കുന്നത്. ഓരോ റൗണ്ടും 3 മിനിറ്റ് ആയിരിക്കും. ഈ റൗണ്ടുകൾക്കിടയിൽ 1 മിനിറ്റിന് ഇന്റർവെൽ. ചെസ് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ്. ബിക്കോസ് ഫസ്റ്റ് റൗണ്ട് ചെസ്സാണ്. ചെസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് പറ്റില്ല. അത് പിന്നെ നമ്മൾ വെയിറ്റ് കാറ്റഗറീസ് ഉണ്ട്. ബോക്സിംഗ് പോലെ weight categories ഉണ്ട്. ഇപ്പൊ ഞാൻ കളിച്ചത് +95 വെയിറ്റ് കാറ്റഗറി, മാസ്റ്റേഴ്സ് കാറ്റഗറി, ലൈക്ക് അബൌട്ട് 40 ഇയേഴ്സ്. അപ്പോൾ ഏജും വെയിറ്റ് കാറ്റഗറിയും വെച്ചാൽ നമ്മുടെ മത്സരാർത്ഥി വന്നത്. അപ്പോൾ എൻ്റെ സമയത്ത് ഞാൻ ഫൈനലി എനിക്ക് കിട്ടിയത് കസാഖിസ്ഥാനിലെ നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. സോ അപ്പം ഞാൻ 4ാമത്തെ റൗണ്ടിൽ നോക്കൗട്ട് ആയിപ്പോയി. സോ അപ്പം യെസ്, ഡെഫിനറ്റ്ലി രണ്ടും അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ പ്ലെയറിനും ഒരു സ്ട്രോങ് പോയിന്റ് ഉണ്ടാവും. സം പ്ലെയർസ് വിൽ ബി സ്ട്രോങ് ഇൻ ചെസ്, സം പ്ലെയർസ് വിൽ ബി സ്ട്രോങ് ഇൻ ബോക്സിംഗ്. അപ്പൊ അത് ഓപ്പണൻസിനെ ബേസിക്കലി ഇപ്പൊ കുറച്ച് 2 പ്രാവശ്യം അറിയുമ്പോൾ നമുക്ക് അറിയാം അവന്റെ സ്ട്രെങ്ത് എന്താണെന്ന്. സോ അതനുസരിച്ച് ഓപ്പണൻസ് ക്യാൻ പ്രിപ്പയർ. ഇതിന് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഇതിലും. കാരണം ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫൗണ്ടറായിട്ടുള്ള റിപ്പയർ എന്ന് പറഞ്ഞ വ്യക്തി 2000 പുള്ളി 2020 കോവിഡ് ടൈമിൽ മരിച്ചുപോയി പെട്ടെന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗ്രാഫിക്സ് നോവൽ തന്നെ ഐഡിയ വരുന്നത് ഒരു ഡച്ച് പെർഫോമൻസ് ആർട്ടിസ്റ്റ് ആയിരുന്നു റിപ്പയർ എന്ന് പറഞ്ഞ ഫാദർ ഓഫ് ചെസ്. ഇത് യൂറോപ്പിൽ വളരെ പോപ്പുലർ ആണ്. ലൈക്ക് റഷ്യ, ടർക്കി, UK, ജർമ്മനി, ഈ രാജ്യങ്ങളെല്ലാം വളരെ യൂറോപ്യൻ കൺട്രീസിൽ വളരെ പോപ്പുലർ ആണ്. ഇന്ത്യയിൽ ഇറ്റ്സ് എമർജിംഗ്. ഇതിനൊരു ഒഫീഷ്യൽ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ജർമ്മനി, മ്യൂണിക്. അപ്പം അവിടെ ഒത്തിരി ക്ലബ് മാച്ചസ് നടക്കും. ഇവിടുത്തെ പ്രോ ബോക്സിംഗ് പോലെ അവിടെ ചെസ് ബോക്സിംഗ് മാച്ചസ് ഒത്തിരി നടക്കാറ്. അല്ല, ബോത്ത്. മിക്ക കൂടുതലും ചെസ് കളിക്കുന്ന ആൾക്കാരായിരിക്കും ഒന്നും വരുന്നത് ഈ ഒരു റൗണ്ടിലോട്ട് വരുന്നത്. പക്ഷേ അത് ബോക്സേഴ്സും വരാറുണ്ട്. ബിക്കോസ് ചെസ്സിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നിട്ട് നെക്സ്റ്റ് റൗണ്ട് ഇടിച്ചിടാം. അപ്പോൾ ചെസ് കളിക്കുന്ന ആൾക്കായിരിക്കും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഒന്ന് പിടിച്ചു നിന്നാൽ ബോക്സിംഗ് പോകണ്ട. അങ്ങനെ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറെ രസകരമായ സംഭവം നടന്നിട്ടുണ്ട്. ബോക്സർ വന്ന് നല്ല കട്ട എതിരാളിയായിരിക്കും, കണ്ടാൽ ഹൈ ഫിസിക്, പക്ഷേ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ തോറ്റു. അപ്പം ഇല്ലില്ല, ഓൾട്ടർനേറ്റ് അല്ലല്ല. നമ്മൾ ചെസ് കളി തുടങ്ങും 3 മിനിറ്റിന്റെ. 3 മിനിറ്റ് റാപ്പിഡ് ചെസ്. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുവാണെങ്കിൽ അത് നെക്സ്റ്റ് റൗണ്ട് ഈസ് ബോക്സിംഗ്. പിന്നെ അവർ രണ്ടും തന്നെ പിന്നെ ഇടിച്ച് പിന്നെയും തിരിച്ച് വരുന്ന അവർ തന്നെ ആ ഗെയിം കണ്ടിന്യൂ ചെയ്യണം. അതെ അതെ, അവർ തന്നെ 3 മിനിറ്റ്. അത് ടോട്ടൽ ഇനി എല്ലാം 11 റൗണ്ട്സ് വരെ ഇന്റർനാഷണൽ മാച്ചസ് വരെ പോകും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് ചെക്ക്മേറ്റ് ആയിരിക്കും. അത് 4-5 റൗണ്ട് ആകുമ്പോഴത്തേക്കും ചെക്ക്മേറ്റ് അല്ലെങ്കിൽ ബോക്സിംഗിൽ ഡിസൈഡ് ആവും. അല്ല, നമ്മൾ ചെസ് കളിക്കുന്ന ബോക്സിംഗ് റിങ്ങില്ല. അപ്പൊ റിങ്ങില് ചെസ് ബോർഡ് കൊണ്ട് വെച്ചിട്ട് അവിടെ കളിക്കുമ്പോൾ ആ 3 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ബോർഡ് എടുത്ത് മാറ്റും. ഇവിടെ തന്നെ അവർ ബോക്സ് ചെയ്യും. 1 മിനിറ്റ് ടൈം ഉണ്ടല്ലോ. അവർ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോർഡ് നമ്മൾ മാറ്റും. ഇല്ല, മാഗ്നറ്റിക് ബോർഡാണ്. ഇതെല്ലാം വിസിബിൾ ആണ്. എല്ലാം മറ്റേ സ്ക്രീനിൽ കളി ഗെയിം എല്ലാം കാണിക്കും. കളി റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് അറിയാനില്ല ലാസ്റ്റ് എവിടെ ചെയ്തത്. അപ്പം അത് മാറ്റിയിട്ടായിരിക്കും പിന്നെ അഗൈൻ ബോക്സിംഗ് റിംഗ്. ചെസ് കളിക്കുന്നത് ലൈവ് സ്ട്രീമിംഗ് ആണ്. അപ്പം അതിനകത്ത് വേറെ ഒന്നും നടക്കൂല. പിന്നെ ഇതിനകത്ത് വേറെ പോയിന്റ് ഉള്ളത് ഇപ്രാവശ്യം ഈ വർഷം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
നമ്മൾ ബോക്സ് ചെയ്യുന്നതിന് പകരം പഞ്ച് ദ ബാഗ്. ഈ ബോക്സ് ഓപ്പണൻസ് ബോക്സ് ചെയ്യുന്നതിന് പകരം അവർ ബാഗിൽ പഞ്ച് ചെയ്യും. എന്നിട്ട് ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ചെസ് കളിക്കാനായിട്ട്. അപ്പോൾ ഐദർ ചെക്ക് മേക്കോ ഈ ഒരു നോക്കൗട്ട് പകരം നമ്മൾ നോക്കുന്ന നമ്പർ ഓഫ് കറക്റ്റ് പഞ്ചസ് തരുമ്പോൾ അത് കൗണ്ട് ചെയ്യും. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചെസ് കളിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ ബോക്സിംഗ് ചിലപ്പോൾ കുറച്ച് നല്ല പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ഇതിന് തിരിച്ചുവേണം അല്ലേ. അതുപോലെ പലർക്കും കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്ക് കളിക്കാൻ പേടിയുണ്ടാവും, ഇതിന് വിട്ട് കഴിഞ്ഞ് ഇഞ്ചുറി വരുമോ. അപ്പൊ അവർക്ക് വേണ്ടത് ബിഗിനേഴ്സ് ചെസ് ബോക്സിംഗ് ലൈറ്റ് എന്ന് പറയുന്നത് ഈ ബാഗിൽ ഇരിക്കുന്നതിന് പകരം ടച്ച് സ്പാറിംഗ് എന്ന് പറയുന്നത് ബോക്സിൽ ടച്ച് സ്പാറിംഗ് എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട്. അതായത് പവർ ഉണ്ടാവില്ല, സ്പീഡ് ആൻഡ് ആക്യുറസി. ടച്ച് ചെയ്താൽ പോയിന്റ്. അപ്പൊ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെസ് ബോക്സിംഗ് ലൈറ്റ് വന്നിട്ട് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആകുമ്പോൾ ഈ സ്റ്റാർട്ട് പ്ലേയിങ് ചെസ് ബോക്സിംഗ് അല്ല ഫിറ്റിൽ വന്നിട്ട് then he can start playing chess boxing light, then he can go to the main. ആ ഇവോൾവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പം. ചെസ് ബോക്സ് 7 വയസ്സ് തൊട്ട് 65 വയസ്സായ ആൾക്കാർ കളിക്കാൻ പറ്റും ഇതിനകത്ത്. അപ്പം ചെസ് ബോക്സിംഗ് നാഷണൽ ലെവലിൽ 5 റൗണ്ടുള്ള മാച്ചാണ് പോകുന്നത്. 5 റൗണ്ട്, 3 റൗണ്ട് ചെസ്സും 2 റൗണ്ട് ബോക്സിംഗ് ആണ്. ചെസ് ബോക്സിംഗ് മെയിൻ ഈവന്റ് വന്നിട്ട് ചെസ് ബോക്സിംഗ് ഒന്നി ചെക്ക് മേറ്റ് അല്ലെങ്കിൽ നോക്കൗട്ടാണ് വരുന്നത്. ചെസ് ബോക്സിംഗ് ലൈറ്റിൽ ചെസ്സിനാണ് കൂടുതൽ സ്കോറിംഗ് വരുന്നത്. ലൈറ്റ് ടച്ച് സ്കോറിംഗ് ആയതുകൊണ്ട് നോക്കൗട്ട് കിട്ടത്തില്ല ഞങ്ങൾക്ക്. അപ്പോൾ ചെസ്സിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം ചെസ് ബോക്സിംഗ് ലൈറ്റിനും ഫിറ്റിലും. ട്രിവാൻഡ്രത്ത് ബ്രദേഴ്സ് ബോക്സിംഗ് അക്കാഡമി ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കേരളത്തിലെ ശ്രീകാര്യം ബ്രദേഴ്സ് ബോക്സിംഗ് അക്കാഡമി. കേരളത്തില് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കേരളത്തിന്റെ എല്ലാ അച്ചീവ്മെന്റ്സിനേക്കാളും ചന്ദ്രവിജയനാണ്. പുള്ളിയാണ് ഈ ഗെയിം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആദ്യമായിട്ടൊരു 5. പക്ഷെ അത് കേരളത്തിന്റെ ആദ്യത്തെ ഒരു 5 പേരായിട്ടാണ് പോയത്. അപ്പൊ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഈ മത്സരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റിനെ മീറ്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞ ചെറിയ ടീമാണ്, പക്ഷെ നിങ്ങൾ 5 പേർക്കും മെഡൽ ഉണ്ട്. അതിനേക്കാളും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ 5 പേര് 3 പേര് ചേർന്ന് അത് ഭയങ്കര നല്ല ഒബ്സർവ്. ഞങ്ങൾ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് അത് ഭയങ്കര നല്ല പോസിറ്റീവാണ്. സോ യു ഷുഡ് ടേക്ക് ഇറ്റ് ഫോർവേഡ് എന്ന് ഭയങ്കര എൻകറേജ് ചെയ്യുന്നു. നമ്മുടെ ഒബ്സർവേഷൻ ഭയങ്കര നല്ലതായിരുന്നു. അതിനുശേഷം നമുക്കിപ്പോൾ കുറച്ച് പ്രോമിനന്റ് ആയിട്ട് തന്നെ ആൾക്കാർ നോക്കുന്നുണ്ട്, വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നമ്മൾ കുറച്ച് പ്രോമിനന്റ് ആയിട്ട് ഏജ് ഒരു ബാരിയർ അല്ല. ഇപ്പൊ എന്നെ നോക്കിയാൽ ഞാൻ 44ാമത്തെ വയസ്സിലാണ് കോമ്പറ്റീഷനൊക്കെ. അതിന് മുന്നേ കോച്ചിന്റെ അടുത്ത് ഞാൻ പോവായിരുന്നു ബോക്സിംഗ് പ്രാക്ടീസിന് വേണ്ടി ഒരു 2 വർഷം. പക്ഷെ ഒരു കോൺഫിഡൻസ് കിട്ടി കഴിഞ്ഞിട്ട് കോച്ച് തന്നെ എന്നെ പുഷ് ചെയ്തത്. അപ്പം ആ സമയത്ത് പോകുമ്പോൾ നമുക്ക് ഒരു ചെസ് കളിക്കും, പക്ഷേ ബോക്സിങ് അവിടെ ബാക്കി കൺട്രീസിൽ ഇത് ഇന്റർനാഷണൽ മാച്ച് ആയതുകൊണ്ട് ഏഷ്യനിലെ എല്ലാ കൺട്രീസിലെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയോ ആ ട്രെയിനിങ്ങിന്റെ പിന്നെ ആ ഡെയിലി റൊട്ടീൻ ആൻഡ് ഡെഡിക്കേഷൻ, ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് മേക്സ് എ ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ ഏജ് വെച്ച് എനിക്ക് 45 വയസ്സ് എനിക്ക് ചെയ്യാനാകുമെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് so age is not a stopping block for success. ഇങ്ങനെ നാഷണൽസിന് ഓൾമോസ്റ്റ് ഒരു 6ഓളം മാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. അതും പല ഫീൽഡിനാണ്. ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. 6 പേര് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ നാഷണൽ ഇവന്റ് മുഖ്യത് 5 റൗണ്ടാണ് വരുന്നത്. ഇന്റർനാഷണൽ ഇവന്റ് ആകുമ്പോൾ 11 റൗണ്ട് പോകും. കഴിഞ്ഞു കളി ഇപ്പം ചില ആൾക്കാർ ബോക്സിങ്ങിന് വലിയ കിട്ടുന്നതായിരിക്കും, പക്ഷെ അവർ ഫസ്റ്റ് ചെസ്സിൽ പിടിച്ചു നിന്നാലേ അവർക്ക് ബോക്സിങ്ങിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ചെസ്സിന്റെ ഒന്നും അറിയത്തില്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു 30 സെക്കൻഡിനകത്ത് ചെക്ക്മേറ്റ് ആയി വലിയ മസ്റ്റുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നതാണ്. പക്ഷെ നമ്മൾ പോകുമ്പോൾ ആസ് എ ടീം ഹൗ മെനി മെഡൽസ് യു വിൻ അങ്ങനെ പറയാം. ഇത് ഇൻഡിവിജ്വൽ മാച്ചസ്. അല്ല, ഇത് ശരിക്കും ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിയുമ്പോൾ ഇതിനകത്ത് തന്നെ നാഷണൽസിൽ നമുക്ക് കൂടുതൽ ആൾക്കാർ വിസിബിലിറ്റി കിട്ടുകയാണെന്നുണ്ട്. നോ മോർ അബൌട്ട് ബോക്സിംഗ്. ഇപ്പൊ പലർക്കും അറിയില്ല ഇതെന്താണ് അതിന്റെ ചലഞ്ചസ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ കൂടുതൽ അറിയുകയാണെങ്കിൽ നമ്മൾ ചെസ് കളിക്കുന്ന ആൾക്കാരാണെങ്കിലും ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതിലേക്ക് വരാൻ പറ്റും. അവരുടെ മറ്റേ സാധനം അവർ പ്രാക്ടീസ്
നാഷണൽസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ പ്ലാൻ ഉണ്ട്. അതായത് ഇതിനെക്കുറിച്ച് ഒരു വെബിനാർ, ഫസ്റ്റ് നമ്മളൊരു വെബിനാർ പോലെ ചെയ്തിട്ട്, അതായത് ഇത് എന്താണെന്ന് ഒരു അവയർനെസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെസ്സിനകത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അവരെ നമ്മൾ വാട്ട് ഈസ് ഒരു കോച്ചിങ് ക്യാമ്പ് പോലെ നടത്തിയിട്ട് ഒരു 5 days, ഇപ്പോൾ എസ്പെഷ്യലി ഓണം ഡേയ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, നല്ല സമയമാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കോച്ചിങ് ക്യാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഫീൽ ഓഫ് തിങ്സ്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടിയാൽ മാത്രമല്ല നമുക്കത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇവിടെയാണ് ഞങ്ങൾക്ക് ശരിക്കും മീഡിയയുടെ സപ്പോർട്ട് ആവശ്യമാണ്. വിഴിഞ്ഞത്തുണ്ട്, എറണാകുളം, ഓൾമോസ്റ്റ് ഒരു 8ഓളം ജില്ലകളിലും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ശരിക്കും നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇത് ചെസ്സും ബോക്സിംഗ് നമുക്ക് ഒരു സ്ഥലത്ത് പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ചെസ് ബോക്സിംഗ് പറഞ്ഞാൽ ഇപ്പൊ നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് ബേസിക്കലി ആ മോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് നിങ്ങൾ ചെസ് കളിക്കുന്നു, then you pause it and go for boxing. Then 3 മിനിറ്റ് കഴിയുമ്പോൾ you stop it and come back to chess. അല്ല, നമ്മൾ ബേസിക് ആയിട്ട് ചെസ് പഠിപ്പിക്കാനുള്ളതാണ്. ചെസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജോലിയാണ് ചെസ് പഠിപ്പിക്കാനുള്ളത്. പക്ഷെ നമ്മളവിടെ ഈ ചെസ് ബോക്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ആ മോഡ് സ്വിച്ചിങ്ങും വിത്തിൻ ആ ടൈം സ്പാനിൽ അങ്ങനെ സ്വിച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ കൂടുതൽ ചെയ്യുന്നത്. അത് നമ്മുടെ അക്കാഡമിയിൽ ട്രെയിനിങ് നടക്കുന്നത് വെച്ചാൽ ചെസ്സിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതും സ്പാറിങ്, ഡെയിലി സ്പാറിങ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്താൽ യു വിൽ ഗെറ്റ് ടു വേർ യു ഹാവ് ടു ഗോ. ഇപ്പം നാഷണൽ സ്കൂൾ ഗെയിംസിന് വേണ്ടി അതിനൊരു ഏജിയം നടക്കുന്നുണ്ട് ജൂണിൽ. അപ്പോൾ അവിടെ സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ടു ഇൻക്ലൂഡ് ചെസ് ബോക്സിംഗ് ഇൻ ദ സ്കൂൾ നാഷണൽ ഗെയിംസ് അജണ്ട. അപ്പം ഹോപ്പ്ഫുള്ളി ഒരു 2-3 വർഷം കഴിയുമ്പോൾ ചെസ് ബോക്സിംഗ് വുഡ് ബി ഇൻക്ലൂഡ് ഇൻ ദ നാഷണൽ സ്കൂൾ ഗെയിംസ്. ദാറ്റ്സ് വാട്ട് വി ഹോപ്പിംഗ്. അത് ഈ ഒരു ഏതെങ്കിലും പുതിയ സ്പോർട്ട് വരുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ടൈം, ഒരു നാച്ചുറൽ ഇവോല്യൂഷൻ ഉണ്ടല്ലോ. അപ്പം അക്സെപ്റ്റൻസ് കിട്ടണം. ആൻഡ് ഒളിമ്പിക്സിലാണെങ്കിൽ 100ഓളം കൺട്രീസിൽ ഇത് പ്ലേ ചെയ്യണം. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. പ്രോബ്ലി ഒരു 10 വർഷം കഴിയുമ്പോൾ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ഇൻ ദ മെയിൻ സ്ട്രീം. സെറ്റ്ബാക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സിനെ സംബന്ധിച്ചോ സെറ്റ്ബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഫൗണ്ടർ ഗ്ലോബൽ പ്രസിഡന്റ് ഓഫ് ഗെയിം. ഇപ്പൊ പുള്ളി 2020 കോവിഡ് ടൈമിൽ പുള്ളി മരിച്ചുപോയി. അപ്പൊ ആ ടൈമിൽ ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ സ്പോർട്സിംഗ്. അപ്പൊ അദ്ദേഹം ഒരു 2 കൊല്ലത്തോളം ഈ കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുന്നവരെ ഈ വാസ് ഹാൻഡ്ലിംഗ്. അപ്പൊ പുള്ളിക്ക് ഗ്ലോബൽ ആയിട്ടുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യണം, ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത് കുറച്ച് സ്ലോ ഡൗൺ ആയിപ്പോയി. അല്ലെങ്കിൽ ഇതിനകം കുറെ കൂടെ വൈകല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആവേണ്ടതാണ്. നൗ ഇപ്പോൾ ഒരു പുതിയ മാനേജ്മെന്റ് ബോഡി ചാർജ് എടുത്തിട്ടുണ്ട്. പ്രസിഡന്റ് ബി ഫ്രം ജർമ്മനി, പുള്ളിക്കാരി ഒളിമ്പിക്സ് കമ്മിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ടർക്കി, ഡിഫറെന്റ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാർ 4 വൈസ് പ്രസിഡന്റ്. സോ നൗ വി ക്യാൻ ഫോക്കസ് ബാക്ക് ടു. Thank you. Thank you.